ഹായ് കൂട്ടുകാരെ, നമ്മുടെ പറമ്പിലെ മരത്തിൻ്റെ ചോല വെട്ടുന്നുണ്ടായിരുന്നേ. നമ്മുടെ മാവൊക്കെ ദേ വെട്ടി തകർത്ത് റോട്ടിലിടുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. കഴിഞ്ഞ വർഷം എന്തോരം മാങ്ങ പറിച്ച മാവാ മക്കളെ. മാങ്ങ ഉണ്ടോ നോക്കണേ. കഴിഞ്ഞ വർഷം ഒരുപാട് മാങ്ങ പറിച്ച മാവാണ് ഇത്. മാങ്ങ ഉണ്ടാവുന്നിടത്ത് ഓടി വന്നത്. ഒറ്റ മാങ്ങ ഉണ്ടായിരുന്നില്ല. വന്ന പോലെ തന്നെ നമുക്ക് തിരിച്ചു പോകാവേ. ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ പൊടിച്ചെടുത്ത് നമ്മുടെ സ്വന്തം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പറമ്പിലെ കറുകമരത്തിൻ്റെ കറുകപ്പട്ട ചെത്തിയെടുത്ത് ഉണങ്ങി പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രാമ്പു, ഏലക്കായ, വലിയ ജീരകമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇതിവിടെ മൂടി വെച്ചിട്ട് നമുക്കിനി കപ്പ വേവിച്ചെടുക്കാവേ. 2 തൊണ്ടും പൊളിച്ച് വാട്ടി ഉണങ്ങിയെടുത്ത കപ്പയാണ് ഇത്. തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. നമ്മുടെ കപ്പയിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും കാന്താരി മുളകും ചെറിയ ഉള്ളി 2 കിള വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒതുക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയിലേക്ക് കടുകൊക്കെ വീണ് പൊട്ടുമ്പോഴത്തെ ആ ഒരു കിടുകിടാ സൗണ്ടും, ഉള്ളി വീഴുമ്പോൾ വേറൊരു സൗണ്ട്, കറിവേപ്പില വീഴുമ്പം വേറൊരു സൗണ്ട്, എന്താല്ലേ അടുക്കളയിൽ ചില പ്രത്യേക തരം സംഗീതം. ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ആവി പറക്കുന്ന കപ്പയിലേക്ക് നമുക്ക് ചിക്കൻ കറി അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കപ്പയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് എല്ലാവരെയും കഴിക്കാൻ വിളിച്ചിട്ട് വരാവേ.